ഹലോ എവ്രി വൺ. മിൻറ്റ് പി എസ് സിയുടെ ഒരു പുതിയൊരു ലൈവ് സെഷനിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ജൂനിയർ ലാബ് അസിസ്റ്റന്റിന്റെ MLTയുടെ PYQ സീരീസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അല്ലെ. ഒരു ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ, അതിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ അത്യാവശ്യം വേണ്ടത് സിലബസ്, അതുപോലെ സിലബസിന്റെ ഒരു ഹാർഡ് കോപ്പി കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു എക്സാമിന് മുൻ വർഷങ്ങളിൽ PSC ചോദിച്ച ക്വസ്റ്റ്യൻസ്, ചിലപ്പോൾ സിലബസ് മാറിയിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ നമ്പർ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മുടെ സിലബസിലുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, സിലബസിലുള്ള ടോപ്പിക്സ്, ആ ടോപ്പിക്സ് വേറെ ഏതൊക്കെ എക്സാമിന് വരാം, എന്നാൽ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കളക്ട് ചെയ്യുക. പിന്നെ നമുക്കിപ്പോൾ മാക്സിമം MCQs കളക്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ സോഴ്സിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ മിൻറ്റ് PSC നിങ്ങളെ അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് ക്ലാസ്സസ് മാത്രമല്ല, മാക്സിമം MCQs അതും കൂടിയാണ് ട്രെയിൻ ചെയ്യുന്നത്. അതായത് നമ്മൾ വെറുതെ പഠിച്ചാൽ മാത്രം ഇപ്പോൾ PSCയിൽ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ബുദ്ധിമുട്ടാണ് അല്ലേ. കാരണം PSCയിൽ ഇപ്പോൾ വരുന്ന ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ വെറുതെ കൺസെപ്റ്റ് ജസ്റ്റ് മഗപ്പ് ചെയ്താലോ സിലബസ് ഒന്ന് കാണാതെ പഠിച്ചാലോ ഒന്നും ഇപ്പം നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിക്കില്ല. അപ്പോൾ 2026 നമ്മുടെ ലക്ഷ്യം ഒരു ജോലി നേടുക എന്നുള്ളതാണ്. അതിന് ഈ ഒരു +2 സയൻസ് പഠിച്ചവർക്ക് വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത്. വളരെ കുറച്ച് വിഷയങ്ങൾ മാത്രം കുറച്ച് മാസങ്ങളിൽ കുറച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങളെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിപ്പിക്കാൻ എല്ലാ ഫാക്കൽറ്റീസും റെഡിയാണ്. അപ്പോൾ ലൈവ് ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും, ലൈവ് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ആ ലൈവ് ക്ലാസ്സസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ കൂടെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻ, കൂടെ റെക്കോർഡഡ് ക്ലാസ്സസ്, പിന്നെ എല്ലാ ദിവസവും കഴിയുന്ന ടോപ്പിക്സുമായി ബന്ധപ്പെട്ട ഒരു എക്സാം, ഡെയിലി എക്സാംസ് ഉണ്ടായിരിക്കും, വീക്ക്ലി ആൻഡ് മന്ത്ലി റിവിഷൻ എക്സാംസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്, റിവിഷൻ നടത്തുന്നുണ്ട്, മാക്സിമം MCQs ട്രെയിൻ ചെയ്യുന്നുണ്ട്, ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പം നമുക്ക് തന്നെ മനസ്സിലാവും എവിടെയാണ് നമ്മുടെ പാളിച്ചകൾ. അല്ല, ഇപ്പം നമ്മൾ എക്സാം ഹാളിൽ എത്തുന്നതിന് മുന്നേ നമ്മൾ പഠിക്കുന്നതിലാണോ പ്രശ്നം പറ്റുന്നത്, അല്ല നമ്മൾ എക്സാം ഒരു MCQs അറ്റൻഡ് ചെയ്യുന്നതിലാണോ. അപ്പോൾ എങ്ങനെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്, എങ്ങനെ അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളത്, പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിച്ച് നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഫയർ അണഞ്ഞു പോകുമ്പോഴത്തേക്ക് അത് കത്തിക്കാനായിട്ട് മെന്റർഷിപ്പ് ആ ഒരു എക്സാം വരെ ഉണ്ടായിരിക്കും. കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്, അതായത് കമ്പൈൻഡ് സ്റ്റഡിയുടെ ഇമ്പോർട്ടൻസ് അറിയാം അല്ലെ. കമ്പൈൻഡ് സ്റ്റഡി വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്. അപ്പോൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പും ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് നമുക്കിപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഫെബ്രുവരി 15 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ബാച്ച്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ MLTനെ പറ്റി പഠിച്ചുകൊണ്ട് MLTയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അതുപോലെ ഇന്ന് നമുക്ക് അതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ ഹെഡിങ്സ് അല്ലെങ്കിൽ എല്ലാ ഓപ്ഷൻസും പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് ആ ഒരു ടോപ്പിക് തറവായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റും അതുപോലെ തന്നെ വാക്യൂടെയിനേഴ്സ് എന്നൊക്കെയാണ് വരുന്നത്, ബ്ലഡ് കളക്ഷനൊക്കെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഹോസ്പിറ്റൽ വേസ്റ്റ് ലൈക്ക് യൂസ്ഡ് സിറിഞ്ചസ്, നീഡിൽസ് എക്സെട്ര ആർ സ്റ്റോർഡ് ഇൻ വിച്ച് കളേർഡ് ബിൻ? ഓപ്ഷൻ A റെഡ്, ഓപ്ഷൻ B യെല്ലോ, ഓപ്ഷൻ C വൈറ്റ്, ഓപ്ഷൻ D ബ്ലൂ. അതായത് ഹോസ്പിറ്റൽ വേസ്റ്റുകൾ എവിടെയാണ്, ഈ ഒരു സിറിഞ്ച് നീഡിലൊക്കെ പല കളേർഡ് ബിൻസ്, കളർ കോഡിങ് പഠിക്കും. അപ്പോൾ അതിൽ ഏത് കളേർഡ് ബിന്നിലാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ആയിട്ട് വരുന്നത് ദാറ്റ് ഈസ് വൈറ്റ് കളേർഡ് ബിൻ ആണ്. അതായത് നീഡിൽ, സ്കാൽപ്പൽ, ബ്ലേഡ്, അതുപോലെ ഷാർപ്പ് ഇൻസ്ട്രുമെന്റ്സ്, ഈ ഷാർപ്പായിട്ടുള്ള കാര്യങ്ങളെല്ലാം എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? വൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലാണ്. ഇനി അഥവാ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ട്യൂബ്സ്, കത്തീറ്റേഴ്സ് ഒക്കെ റെഡ് ബിന്നിലോട്ട് പോകും. പക്ഷെ വൈറ്റ് ആയിട്ടുള്ള അതായത് ഷാർപ്പ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം വൈറ്റ് കണ്ടെയ്നേഴ്സിലാണ്. വേസ്റ്റ് ഷാർപ്സ് ഇൻക്ലൂഡിങ് നീഡിൽസ്, സ്കാൽപ്പൽസ്, ബ്ലേഡ്സ് എക്സെട്ര. പക്ഷെ റെഡ് ബിന്നിൽ എന്താണ്? റീസൈക്കിൾ ചെയ്യുന്ന കണ്ടാമിനേറ്റഡ് വേസ്റ്റ്, ബോട്ടിൽസ്, കത്തീറ്റേഴ്സ്, ട്യൂബ്സ് ഒക്കെ. യെല്ലോ ബിന്നിൽ എന്താണ്? അനാറ്റമിക്കൽ വേസ്റ്റ് ആണ്. ബ്ലഡ് സ്റ്റെയിൻഡ് കോട്ടൺ, സോയിൽഡ് ബാൻഡേജസ് ഒക്കെ യെല്ലോ ബിന്നിലായിരിക്കും. അടുത്ത ബ്ലൂ ബിന്നിൽ എന്താണ്? ഗ്ലാസ് വെയേഴ്സ്, അതായത് പൊട്ടിപ്പോയ ഗ്ലാസ് ബോട്ടിലുകൾ അല്ലെങ്കിൽ മെറ്റാലിക് ബോഡി ഇംപ്ലാന്റ് ഒക്കെ ബ്ലൂ ബിന്നിലായിരിക്കും. നമുക്കറിയാം ബയോമെഡിക്കൽ വേസ്റ്റിന്റെ കാറ്റഗറി, അതായത് ബയോമെഡിക്കൽ വേസ്റ്റിൽ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ പെത്തോളജിക്കൽ ആയിട്ടുള്ള വേസ്റ്റ് ഉണ്ട്, ഷാർപ്പ് ആയിട്ടുള്ള വേസ്റ്റുകൾ, അല്ലെങ്കിൽ മെഡിസിൻ ഒക്കെ ബാക്കി വന്നതും വേസ്റ്റ് ആയത് കളയുന്നതൊക്കെ ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്. ചില കെമിക്കൽ വേസ്റ്റ് ഉണ്ടാവും.
പിന്നെ ചിലത് ജീനോടോക്സിക് ആയിട്ടുള്ള വേസ്റ്റ് ഉണ്ടാവും, നമ്മുടെ ജെനറ്റിക്സിനെ തന്നെ ഓൾട്ടർ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ കളർ കോഡിംഗ് സിസ്റ്റത്തിൽ വരുന്നത് വളരെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ളതും അനാറ്റമിക്കൽ വേസ്റ്റ് ഒക്കെ നമ്മൾ എവിടെയാ ഡംപ് ചെയ്യേണ്ടത്? യെല്ലോ ഡസ്റ്റ്ബിനിലാണ്. ഓക്കെ, ഇനി പ്ലാസ്റ്റിക്സിൽ തന്നെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ളത് എവിടെയാണ്? റെഡിലാണ്. ഓക്കെ, ഷാർപ്പ് ആയിട്ടുള്ളതെല്ലാം എവിടെ? വൈറ്റിലാണ്. ഗ്ലാസും മെറ്റലും ഒക്കെ ബ്ലൂയിലും ജനറൽ വേസ്റ്റ് ഒക്കെയാണ് ബ്ലാക്കിൽ. അപ്പൊ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ ഡിഫറെന്റ് കണ്ടെയ്നേഴ്സിലാണ് സ്റ്റോർ ചെയ്യുന്നത് അല്ലെ, അതായത് സെപ്പറേറ്റ് ചെയ്യുന്നു, അതിനെയാണ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിന് അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആ ഒരു ഏരിയയിൽ കൊണ്ടുപോയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, ട്രീറ്റ്മെന്റ് ചെയ്ത് അതിനെ നമുക്ക് ഹാംഫുൾ അല്ലാത്തതാക്കി മാറ്റുന്നു, അതിനുശേഷമാണ് ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ഒന്ന് സെഗ്രിഗേഷനിൽ നമ്മൾ ഇപ്പൊ കണ്ടു യെല്ലോ കളർ, റെഡ് കളർ, വൈറ്റ് കളർ, ബ്ലൂ കളർ, അതുപോലെ ബ്ലാക്ക്, ഇങ്ങനെ പല കളേർഡ് ബിൻസിൽ വെച്ച് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്താണ് നമ്മളിത് കളക്ട് ചെയ്യുന്നത്. സെപ്പറേറ്റ് ചെയ്ത് കളക്ട് ചെയ്തതിനെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, എവിടെയാണോ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ടത് അവിടോട്ട് കൊണ്ടുപോയി അതിനെ ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷമാണ് ഡിസ്പോസൽ ചെയ്യുന്നത്. ക്ലിയർ ആണോ? അതായത് ഇന്റർനാഷണൽ സോളിഡ് വേസ്റ്റ് അസോസിയേഷൻ പറയുന്നത് എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്കിപ്പോൾ ഒരു അസുഖം ഡയഗ്നോസ് ചെയ്യുമ്പോഴോ ട്രീറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായിട്ടോ ആനിമൽസിനും ഹ്യൂമൻസിനും അല്ലെങ്കിൽ റിസർച്ചിന്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടാകുന്ന വേസ്റ്റിനെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ചിലപ്പോൾ മെഡിക്കൽ ടൂളുകൾ, അതായത് നമ്മൾ ഉപയോഗിച്ച സിറിഞ്ച് നീഡിലൊക്കെ വരാം, അല്ലെങ്കിൽ ബയോളജിക്കൽ മാറ്റർ, അതായത് ടിഷ്യൂസ്, ബോഡി ഫ്ലൂയിഡ്സ്, ലാബ് കൾച്ചേഴ്സ്, ചിലപ്പോൾ കെമിക്കലുകൾ ഉണ്ടാകാം, ഡിസിൻഫെക്റ്റൻസ്, ഫാർമസ്യൂട്ടിക്കൽസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ്, അതുപോലെയുള്ള കെമിക്കൽസ് ഉണ്ടായിരിക്കും. അപ്പൊ മെഡിക്കൽ ടൂൾസ്, ബയോളജിക്കൽ മാറ്റർ, കെമിക്കൽസ്. അപ്പോൾ ബയോമെഡിക്കൽ വേസ്റ്റിനെ പല കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ട് അല്ലെ, അതായത് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ളതുണ്ട്, ബ്ലഡും ഫ്ലൂയിഡൊക്കെ ആയി ഇൻഫെക്ഷ്യസ് ഏജന്റ്, അപ്പൊ അതിൽ നിന്ന് ഇൻഫെക്ഷ്യസ് ഡിസീസസ് വരാൻ സാധ്യതയുള്ളത്, ആളുകൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഇൻഫെക്ഷ്യസ് വേസ്റ്റ് ഉണ്ട്. ഇനി അടുത്തത് പെത്തോളജിക്കൽ വേസ്റ്റ്, അതായത് ഹ്യൂമന്റെ ടിഷ്യൂസോ ഓർഗൻസോ ബോഡി പാർട്സ് ഒക്കെ ഉണ്ടാവൂലേ, അതൊക്കെയാണ് പെത്തോളജിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വളരെ ഷാർപ്പ് ആയിട്ടുള്ളത്, അതല്ലെങ്കിൽ അത് കൈ കുത്തിയാൽ മുറിവ് ഉണ്ടാവാം, അങ്ങനത്തെ ഷാർപ്പ് ഐറ്റംസ് ഉണ്ടായിരിക്കും, നീഡില്, സ്കാൽപ്പല്, ഗ്ലാസ് ഒക്കെ. ഇനി ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്, അതായത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളോ വാക്സിനുകളോ അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത മരുന്നുകൾ, കേടായിപ്പോയ മരുന്നുകൾ, ഉപയോഗിച്ച് തീർന്ന മരുന്ന്, അങ്ങനെയുള്ള ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകൾ ഉണ്ടായിരിക്കാം. കെമിക്കൽ വേസ്റ്റ്, അതായത് ഡിസിൻഫെക്റ്റന്റ്, സോൾവെന്റ്, ഹെവി മെറ്റലുകൾ, അങ്ങനെ കെമിക്കൽ വേസ്റ്റ് ഉണ്ടായിരിക്കാം. അടുത്തത് ജീനോടോക്സിക് വേസ്റ്റ്, അതായത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള, അതായത് ക്യാൻസർ ഉണ്ടാക്കാൻ പറ്റുന്ന, അസുഖങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ തന്നെ മാറ്റാൻ കഴിവുള്ള മ്യൂട്ടാജനിക് ആയിട്ടുള്ളത്, അതിനെയാണ് ജീനോടോക്സിക് വേസ്റ്റ് അല്ലെങ്കിൽ സൈറ്റോടോക്സിക് വേസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അടുത്തത് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്, അതായത് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ഒക്കെ ഉള്ളത് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. ഇനി സാധാരണ ഒരു ഹസാർഡസും അല്ലാത്ത ജനറൽ വേസ്റ്റ്, അതായത് അതൊരു ബയോളജിക്കലോ കെമിക്കലോ റേഡിയോ ആക്റ്റീവോ ഫിസിക്കൽ ഡേഞ്ചറോ ഒന്നും ഇല്ലാത്ത സാധാരണ ഹൗസ് ഹോൾഡ് വേസ്റ്റ് ഒക്കെ, അതാണ് ജനറൽ വേസ്റ്റ്. അപ്പൊ ഇങ്ങനെ പല കാറ്റഗറീസ് ആയിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ളത്, പെത്തോളജിക്കൽ ആയിട്ടുള്ളത്, ഷാർപ്പ് ആയിട്ടുള്ളത്, ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്, കെമിക്കൽ വേസ്റ്റ്, ജീനോടോക്സിക് വേസ്റ്റ്, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്, അല്ലെങ്കിൽ നോൺ ഹസാർഡസ് ഓർ ജനറൽ വേസ്റ്റ്. അപ്പൊ ഇതിന്റെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഇത് കളക്ട് ചെയ്യുക. അത് എങ്ങനെയാ കളക്ട് ചെയ്തത്? സെഗ്രിഗേറ്റ് ചെയ്താണ് അല്ലെ, സെപ്പറേറ്റ് ചെയ്തു. അതിനുശേഷം അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം, അതിനെ ട്രീറ്റ് ചെയ്ത് നമുക്ക് ഹസാർഡസ് അല്ലാത്തതാക്കി മാറ്റണം, എന്നിട്ട് വേണം അത് ഡിസ്പോസ് ചെയ്യാൻ. അതായത് വേറെ ഒരു പബ്ലിക് ഹെൽത്തിനോ എൻവയോൺമെന്റിനോ ഒരു റിസ്ക്കും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ ഇത് ഡിസ്പോസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെ അതിനു വേണ്ടിയുള്ള കുറെ സ്റ്റെപ്പുകളാണ് നമ്മൾ നേരത്തെ കണ്ടത്: സെഗ്രിഗേഷൻ, ട്രാൻസ്പോർട്ട്, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ നേരത്തെ കണ്ടു യെല്ലോ കളർ ബിന്നിൽ നമ്മൾ ഉപയോഗിക്കുന്ന, അതിൽ ഏതാണ് ഡംപ് ചെയ്യുന്നത്? ഹ്യൂമൻ ആൻഡ് ആനിമൽ അനാറ്റമിക്കൽ വേസ്റ്റ്, അല്ലെങ്കിൽ സോയിൽഡ് വേസ്റ്റ് ലൈക്ക് ഡ്രസ്സിങ്സ്, ബാൻഡേജസ്, അല്ലെങ്കിൽ ക്ലിനിക്കൽ ഐറ്റംസ് കണ്ടാമിനേറ്റഡ് വിത്ത് ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ. റെഡിൽ എന്താണ്? അതായത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന വേസ്റ്റ് കണ്ടാമിനേറ്റഡ് ആയി പോയത് നമ്മൾ റെഡിൽ ഇടും, അതായത് ട്യൂബ്, കത്തീറ്റർ, IV സെറ്റ് ഒക്കെ. വൈറ്റിൽ ഏതാണ്? ഷാർപ്പ് ആയിട്ടുള്ള നീഡിലും സ്കാൽപ്പലും ഒക്കെ, ഇഞ്ചുറി അവോയ്ഡ് ചെയ്യാൻ വൈറ്റിലായിടുന്നത്. ബ്ലൂയിൽ ഏതാണ്? ഗ്ലാസ് വെയറും മെറ്റാലിക് ഇംപ്ലാന്റും. ഓക്കെ, ഇനി ബ്ലാക്കിൽ ജനറൽ വേസ്റ്റ്, യെല്ലോ വിത്ത് ബ്ലാക്ക് സ്ട്രിപ്പില് എക്സ്പയർഡ് മെഡിസിൻസ് ഒക്കെ ഇടും. ഓക്കെ, സൈറ്റോടോക്സിക് ഡ്രഗ്സ് ആൻഡ് കെമിക്കൽ വേസ്റ്റ്.
അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു സ്റ്റെപ്പുകൾ എങ്ങനെയാ. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വേസ്റ്റസ് ഡിഫറെന്റ് കളേർഡ് ബിന്നിൽ നമ്മൾ കളക്ട് ചെയ്യുന്നു. അതിനുശേഷം കളക്ട് ചെയ്ത് അതിനെ ലേബൽ ചെയ്ത് വെക്കുന്നു. ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം അതിനെ ട്രീറ്റ് ചെയ്യുന്നു പലതരത്തിൽ. ഒന്നുകിൽ കത്തിച്ച് കളയാം, അല്ലെങ്കിൽ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യാം, അല്ലെങ്കിൽ കെമിക്കൽ ഡിസിൻഫെക്ഷൻ ചെയ്യാം. അങ്ങനെ അതിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ ഡിസ്ട്രോയ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത് അല്ലെ. ഡിസ്പോസ് ചെയ്യുന്നത് പല രീതിയിൽ നമുക്ക് ഡിസ്പോസ് ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് സ്റ്റെപ്പുകൾ. സെഗ്രിഗേഷൻ, അത് ട്രാൻസ്പോർട്ടേഷൻ, ട്രീറ്റ്മെന്റ് ആൻഡ് ദ ഡിസ്പോസൽ. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി, വൈറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ, വാക്യൂട്ടൈനർ വിത്ത് റെഡ് ടോപ്പ് കണ്ടെയ്ൻ ഓപ്ഷൻ എ ഹെപ്പാരിൻ, ഓപ്ഷൻ ബി EDTA, ഓപ്ഷൻ സി ന്യൂ ആന്റികോയാഗുലന്റ്, ഓപ്ഷൻ ഡി സോഡിയം സിട്രേറ്റ്. അതായത് റെഡ് ടോപ്പ് ഉള്ള വാക്യൂട്ടൈനറിൽ എന്താണ് ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ആയിട്ട് റെഡ് ടോപ്പ് ആണെങ്കിൽ അതിനുള്ളിൽ ആന്റികോയാഗുലന്റ് ഒന്നുമില്ല. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, അപ്പൊ ഈ വാക്യൂട്ടൈനർ ട്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതൊരു പ്ലാസ്റ്റിക് ട്യൂബ്. അതായത് ഈ ഒരു പിക്ചറിൽ കാണുന്നുണ്ടല്ലോ, അതിന്റെ മൂടി കാണിക്കുന്നുണ്ട് അല്ലെ. ഓരോ കളർ മൂടിയുള്ള ഈ ബ്ലഡ് കളക്ട് ചെയ്യുന്ന ട്യൂബുകളാണ്. അതൊരു പ്ലാസ്റ്റിക് ട്യൂബാണ്, കളർ കോഡഡ്. അതിലൊരു റബ്ബർ സ്റ്റോപ്പർ ഉണ്ടായിരിക്കും. അപ്പൊ ടെസ്റ്റ് ചെയ്യാനായിട്ട് ബ്ലഡ് അതിലാണ് കളക്ട് ചെയ്യുന്നത്. നമ്മളിന്ന് ബ്ലഡ് എടുത്തിട്ട് ആ ട്യൂബിലോട്ടാണ് ഒഴിക്കുന്നത്. അപ്പൊ അതിൽ പല കളറിലുള്ള മൂടികളായിരിക്കും. ദ റെഡ്, ഓരോരോ കളർ, പേർപ്പിൾ, ഗ്രീൻ, യെല്ലോ, അങ്ങനെ പല കളർ മൂടികളായിരിക്കും അതിന്. അതിൽ റെഡ് ആണെങ്കിൽ എന്താണ്? അതിൽ ഒരു ആന്റികോയാഗുലന്റും ഇല്ല. ഗ്രേ കളർ ആണെങ്കിൽ എന്താണ്? ഗ്രേ കളർ ആണെങ്കിൽ, അപ്പൊ റെഡ് ആണെങ്കിൽ എന്താ? റെഡ് ആണെങ്കിൽ നോ ആന്റികോയാഗുലന്റ്. ഗ്രേ ആണെങ്കിൽ അതിൽ ഉള്ളത് ആരാണ്? സോഡിയം ഫ്ലൂറൈഡ് ആണ് ഉള്ളത്. സോഡിയം ഗ്ലൂക്കോസ് എസ്റ്റിമേഷനിൽ ഗ്രേ ഉള്ളതിലോട്ടായിരിക്കും ഒഴിക്കുക. അടുത്തത് പർപ്പിൾ ഓർ ലാവൻഡർ ആണെങ്കിൽ, ഇപ്പൊ നമുക്ക് CBC ഒക്കെ നോക്കാനായിട്ട് പർപ്പിൾ ഓർ ലാവൻഡർ ഉള്ള വാക്യൂട്ടൈനർ ട്യൂബിലായിരിക്കും ഒഴിക്കുക. അതിൽ എന്താ അടങ്ങിയിരിക്കുന്നത്? EDTA ആണ് അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഗ്ലൂക്കോസ് എസ്റ്റിമേഷന് വേണ്ടി ഗ്രേയിലായിരിക്കും, അതിൽ സോഡിയം ഫ്ലൂറൈഡ് ഉണ്ട്. അതായത് ഈ ഒരു ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷന് 0 ആയിട്ട് സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു അല്ലെ, ഹാഫ് അവറിനുള്ളിൽ, അല്ലെങ്കിൽ ബ്ലഡ് ഗ്ലൂക്കോസിന്റെ ലെവലിൽ വ്യത്യാസം വരും. ഇനി ലൈറ്റ് ബ്ലൂ കളർ ആണെങ്കിൽ അതിൽ എന്താ ഉള്ളത്? സോഡിയം സിട്രേറ്റ് ആണുള്ളത്. ഓക്കെ, അതായത് ഇപ്പോ കൊയാഗുലേഷൻ സ്റ്റഡീസ്, അതായത് പ്രോത്രോംബിൻ ടൈം ഒക്കെ നോക്കാനാണെങ്കിൽ ലൈറ്റ് ബ്ലൂ വാക്യൂട്ടൈനർ ട്യൂബിലോട്ടാണ് എടുക്കുന്നത്. അടുത്തത് ഗ്രീൻ കളറിൽ എന്താണ്? ഗ്രീനിലെ ഹെപ്പാരിൻ ആണുള്ളത്. അതായത് ബോൺ മാരോ സ്റ്റഡിയിലൊക്കെ ആണെങ്കിൽ ഗ്രീനിലോട്ടാ എടുക്കുക. ഇനി യെല്ലോയിൽ സിട്രേറ്റ് ആണുള്ളത്. അത് ബ്ലഡ് കൾച്ചറിന് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റെഡ് ടോപ്പ് ഉള്ള വാക്യൂട്ടൈനർ ആണെങ്കിൽ അതിൽ എന്താ? അതിൽ ആന്റികോയാഗുലന്റ് ഇല്ല. ഓക്കെ, അപ്പൊ റെഡ് ഈ ടോപ്പ് ഉള്ളതാണെങ്കിൽ ആന്റികോയാഗുലന്റ് ഒന്നും ഇല്ല അതിൽ ബ്ലഡ് സ്വന്തമായിട്ട് നാച്ചുറലി തന്നെ ക്ലോട്ട് ചെയ്യണം. ഓക്കെ, അതൊരു 10-15 മിനിറ്റ് എടുക്കും ഞാൻ നാച്ചുറലി ക്ലോട്ട് ചെയ്യാൻ. എന്നിട്ട് നമ്മൾ അതിനെ സെൻട്രിഫ്യൂജ് ചെയ്യും. അപ്പൊ ഈ റെഡ് ടോപ്പ് ഉള്ള വാക്യൂട്ടൈനറിനെ പ്ലെയിൻ ട്യൂബ് എന്നാ വിളിക്കുന്നത്. അതിലൊന്നും ഇല്ലല്ലോ. അപ്പൊ റെഡ് ടോപ്പ് ഉള്ള ട്യൂബില് എന്താണ്? അതിൽ ഒരു ആന്റികോയാഗുലന്റും ഇല്ല. അതിൽ നമ്മൾ എടുക്കുന്ന ബ്ലഡ് സ്വന്തമായിട്ട് നാച്ചുറലി 10-15 മിനിറ്റ് എടുത്ത് സ്വന്തമായിട്ട് ക്ലൂട്ട്, ഇറ്റ് അലോ ദ ബ്ലഡ് ടു ക്ലൂട്ട് നാച്ചുറലി. എന്നിട്ട് നമ്മൾ അതിനെ സെൻട്രിഫ്യൂജ് ചെയ്യുന്നത്. അപ്പൊ ഈ റെഡ് ടോപ്പ് ഉള്ള വാക്യൂട്ടൈനർ ട്യൂബ് നമ്മൾ ഉപയോഗിക്കുന്നത് സെറോളജിക്ക് വേണ്ടി എടുക്കുന്ന ബ്ലഡ്, അല്ലെങ്കിൽ ബയോകെമിസ്ട്രി, ഇമ്മ്യൂണോളജി, അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിൽ ക്രോസ് മാച്ചിങ് ടെസ്റ്റ് ഒക്കെ ചെയ്യാനായിട്ടാണ്. നമ്മൾ പറഞ്ഞു ഹെപ്പാരിൻ എടുക്കുന്നത് ഗ്രീൻ ടോപ്പ് ട്യൂബിലാണ്. ലാവൻഡർ ഓർ പർപ്പിളിൽ ഏതായിരിക്കും? EDTA ആയിരിക്കും. ലൈറ്റ് ബ്ലൂ ആണെങ്കിൽ അതിൽ സോഡിയം സിട്രേറ്റ് ആയിരിക്കും. ലൈറ്റ് ബ്ലൂയിൽ സോഡിയം സിട്രേറ്റ് ആയിരിക്കും. അപ്പൊ റെഡ് ആണെങ്കിൽ നോ ആന്റികോയാഗുലന്റ്. സെറോളജിക്കൽ എക്സാമിനേഷൻ യൂസ് ചെയ്യുന്നു ഗ്രേ ആണെങ്കിൽ സോഡിയം ഫ്ലൂറൈഡ്, അത് യൂസ് ചെയ്യുന്നത് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ. പേർപ്പിൾ ഓർ ലാവൻഡർ ആണെങ്കിൽ EDTA, അത് ഉപയോഗിക്കുന്നത് CBC ഒക്കെ നോക്കാൻ. അടുത്തത് ലൈറ്റ് ബ്ലൂ ആണെങ്കിൽ സോഡിയം സിട്രേറ്റ്, അത് ഉപയോഗിക്കുന്നത് കൊയാഗുലേഷൻ സ്റ്റഡീസിനാണ്. ഗ്രീൻ ആണെങ്കിൽ ഹെപ്പാരിൻ ആണ് അതിലുള്ളത്, അത് ഉപയോഗിക്കുന്നത് ബോൺ മാരോ സ്റ്റഡീസിലാണ്. അടുത്തത് യെല്ലോ ആണെങ്കിൽ അതിൽ സിട്രേറ്റ് ആണ്, ബ്ലഡ് കൾച്ചറിലാണ് ഉപയോഗിക്കുന്നത്. ഒരു പിങ്ക് പോലത്തെ ആണെങ്കിൽ EDTA, ബ്ലഡ് ബാങ്ക് ടെസ്റ്റ്, അല്ലെങ്കിൽ ബ്ലഡ് ടൈപ്പിംഗ്, ABO ബ്ലഡ് ഗ്രൂപ്പിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നു.
അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. MLT പോർഷൻസിൽ നിന്ന് മുൻ വർഷങ്ങൾ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത് നമുക്ക് പിന്നെ ഒരു ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു തുടങ്ങാൻ റെഡി ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങിക്കോളുക. അപ്പോൾ എല്ലാ ഫാക്കൽറ്റീസും റെഡിയാണ്. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു കുടക്കീഴിൽ തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനത്തിലൂടെ നിങ്ങളെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ 2026 ഒരു ജോലി എന്നൊരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ എല്ലാവരും ഞങ്ങളുടെ ഒരു മിൻറ്റ് PSCയുടെ കൂടെ ചേർന്ന് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യണം എന്നുള്ളവർ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു PYQ സീരീസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക്